പ്രിയമുള്ളവരെ, കർത്താവിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്താണ് മാർഗം? കർത്താവിൻ്റെ തായ്തടിയിൽ നിന്ന് ശാഖ വിട്ടുപോകാതിരിക്കാൻ എന്താണ് മാർഗം? അഥവാ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്താണ് മാർഗം? ഇപ്പോഴും നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, ഫലം തരാത്തതിനെയെല്ലാം അവിടുന്ന് വെട്ടി നീക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. അപ്പോൾ വെട്ടി നീക്കപ്പെടാതിരിക്കാൻ എന്താണ് മാർഗമെന്ന് അതിൽ തന്നെ അണ്ടർസ്റ്റുഡാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എന്താണ് മാർഗം? ഈശോക്കാരെ ഈ വെട്ടി നീക്കുക എന്നുള്ളതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലം നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായി നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോഴും ഈ ഫലത്തെക്കുറിച്ചും വെട്ടി നീക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പം യോഹന്നാൻ സ്നാപകനാണ് ഈ വിഷയം തുടങ്ങി വെച്ചെങ്കിലും യോഹന്നാനെക്കുറിച്ച് ഈശോ പറഞ്ഞത് അവൻ കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നെന്നാണ്. കാര്യം വചനത്തിൻ്റെ ജ്വലനം യോഹന്നാൻ സ്നാപകനിലെ ആണ് ആദ്യം തെളിഞ്ഞത്. ഇപ്പോൾ യോഹന്നാൻ സ്നാപകൻ കിട്ടിയ വെളിപാട് ഇതാണ്: ഫലം നൽകപ്പെടുന്നില്ലെങ്കിൽ വെട്ടി നീക്കപ്പെടും. ഈശോയും ആ വചനം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഒരു അപകടം. ഈശോയും പറഞ്ഞത് അത് ശരിയാണ്, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് ശരിയാണ്. ഫലം നൽകുന്നില്ലെങ്കിൽ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം, 15-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം, ഫലം നൽകുന്നില്ലെങ്കിൽ വെട്ടി നീക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഒരു ഓപ്ഷൻ എന്താ? ഫലം നൽകിക്കൊണ്ട്, ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. വെറുതെ നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. അത് ഗൗരവതരമായ ഒരു ഉൾക്കാഴ്ചയാണ്. ഞാൻ വിശ്വാസിയാണ്. ആ വിശ്വാസി ആയതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുമെന്നുള്ള ധാരണ ആദ്യം തിരുത്തണത് യോഹന്നാൻ മാന്താനായാണ്. വിശ്വാസിയാണെങ്കിലും അപ്പോൾ ചോദിക്കും, ഫലം എവിടെയെന്ന് ചോദിക്കും. നമുക്കറിയാം ഫലമെന്ന് പറയണത് സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ദൈവസ്നേഹമായതുകൊണ്ട് ദൈവത്തെ സ്നേഹത്തെ വസിക്കുന്ന കാരണം സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ ഫലങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ നിലപാടുകളും നയങ്ങളും സമീപനങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ സ്നേഹമാകും. ചിലപ്പോൾ സ്നേഹത്തിൻ്റെ അതിന് വകഭേദങ്ങളൊക്കെ വരും. ദയ, നന്മ,
വിശ്വസ്തത, ആത്മസംയമനം ഒക്കെ അതിൻ്റെ കൂടെയുള്ളതാണ്. എല്ലാം ഒന്ന് തന്നെയാണ് ശരിക്കും. ഇപ്പോൾ നമ്മൾ ഗലാത്യർ 5:19 തൊട്ട് വായിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളില്ലേ, അത് തന്നെ സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ്. അതിൽ സ്നേഹത്തിൻ്റെ ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസാണ് വരേണ്ടത്. നമ്മളൊരാൾ ആത്മസംയമനം കാണിച്ചു, ഞാനവിടെ ആത്മസംയമനം കാണിച്ചുകൊണ്ടാണ് അവിടെ സമാധാനം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, ആത്മസംയമനം എന്ന് പറഞ്ഞത് എന്താണ്? അതായത് പൊട്ടിത്തെറിച്ച് ക്രോധമുണ്ടാക്കുന്ന സ്ഥലത്ത് സ്നേഹം കൊണ്ടാണ് ആത്മസംയമനം വരണത്. അപ്പോൾ ആത്മസംയമനം ഒരാൾ കാണിച്ചാലും അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്, ആത്മാവിൻ്റെ ഫലങ്ങളാണ്. എന്തെങ്കിലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉടമ്പടി ധ്യാനമാണ്. ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത മക്കളുടെ ധ്യാനമാണിത്. അതുകൊണ്ട് തന്നെ ഇത് വളർച്ചാ ധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് വരദാനങ്ങളുടെ ധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രാർത്ഥനാനുഭവ ധ്യാനമാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ എല്ലാ ധ്യാനങ്ങളും ഒരുമിച്ച് ഒളിച്ചേർന്ന സമ്പൂർണ്ണ ധ്യാനമാണ്. എന്താ വെച്ചാൽ അതിൽ പ്രാരംഭ ധ്യാനമുണ്ട്, വളർച്ചാ ധ്യാനമുണ്ട്, ആന്തരിക സൗഖ്യ ധ്യാനമുണ്ട്, അതുപോലെ തന്നെ വരദാനങ്ങളുടെ ധ്യാനമുണ്ട്, പ്രാർത്ഥന അനുഭവ ധ്യാനമുണ്ട്. എല്ലാം കൂടി കൂടുന്നതാണ് ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത്. ഉടമ്പടി ധ്യാനത്തിൽ ഒരു വ്യക്തി ഉടമ്പടിയിൽ വഴി ദൈവത്തോട് ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ് ചെയ്യണത്. എല്ലാവരും ദൈവത്തെ ഒട്ടി നിൽക്കേണ്ടവരാണ്, പക്ഷെ ഉടമ്പടി നമ്മളെ കുറച്ചുകൂടി ആഴമായി ദൈവത്തിലേക്ക് ഒട്ടിച്ചേർത്തിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഇടിവെട്ടും മിന്നലും കാറ്റും വന്നാൽ ഒരു മരത്തിൽ എന്തുകൊണ്ടാണ് എല്ലാ കമ്പുകളും കീന്തിപ്പോകാത്തത്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോഴും മഴക്കാലമാകാൻ പോകുന്നു അല്ലേ? നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും കുറേ മരങ്ങളുടെ കമ്പൊക്കെ കാറ്റ് കഴിയുമ്പോൾ കീന്തി കിടക്കുന്നത്. മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ്: എന്തുകൊണ്ടാണ് ഒരു മരത്തിൽ കാറ്റ് പിടിക്കുമ്പോൾ എല്ലാ കമ്പുകളും കീന്തി പോകാത്തത് അല്ലെങ്കിൽ കാന്തി പോകാത്തത്? ചില കമ്പുകൾ മാത്രം കാന്തിപ്പോകും. അതായത് തായ്തടിയോട് നമ്മൾ ഇങ്ങനെ ശാഖകളെല്ലാം നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാ ശാഖകളും സേഫാണെന്ന് തോന്നും. വെറുതെ നിൽക്കുമ്പോൾ എല്ലാ ശാഖകളും സേഫാണെന്ന് തോന്നും. പക്ഷെ കാറ്റ് പിടിച്ചാൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഏത് ശാഖയാണ് സേഫ് അല്ലാത്തതെന്ന്. ഉടമ്പടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കാഷ്വാലിറ്റി ഒഴിവാക്കുകയാണ്. ഏത് കാറ്റ് വന്നാലും മഴ വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ഇടിഞ്ഞു പോകാത്ത കാന്തി പോകാത്ത കമ്പുകളായി കർത്താവിലേക്ക് നിന്നെ ഉൾച്ചേർത്തിരിക്കുകയാണ്. അതിന് ഉടമ്പടിയുടേതായിട്ടുള്ള ഒത്തിരിയേറെ ഫോർമുലാസ് ഉണ്ട്. നമ്മളുടെ ഉടമ്പടി, നിങ്ങളുടെ ഉടമ്പടിയിൽ ഒത്തിരി പ്രേക്ഷക പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലേ? കൃത്യമായി ചെയ്യുന്നവരുണ്ട്. ഉടമ്പടി നമ്മൾ അനുദപിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ ഉപവി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതാണ്. ഉപവി പ്രവർത്തനങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ മനുഷ്യരെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ കൊണ്ട് സംരക്ഷിക്കുന്നതാണ്. ഇതെല്ലാം ചേർന്നതാണ് മരിയൻ ഉടമ്പടി. മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ ജീവിതത്തിൽ അമ്മ എടുത്തിട്ടുള്ള നിലപാടുകൾ, നയങ്ങൾ, സമീപനങ്ങൾ, ജീവിത സമീപനങ്ങൾ, അതിനധിഷ്ഠിതമായിട്ടുള്ള ആത്മാവിൻ്റെ വളർച്ച, ഇതൊക്കെയാണ് മരിയൻ ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ.
പ്രാർത്ഥിക്കുക. കർത്താവേ, മരിയൻ ഉടമ്പടിയില് പങ്കെടുത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ അവബോധങ്ങളെ വർദ്ധിപ്പിക്കണമേ. കാലയളവില് ദൈവത്തിലെ ഏത് ശാഖകളെക്കാളും ചേർക്കപ്പെടുവാൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളെ അർത്ഥവത്തായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനങ്ങൾ എപ്പോഴും നമ്മൾക്ക് കർത്താവുമായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വെട്ടി നീക്കപ്പെടാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. വെരി സിമ്പിളാണത്. നമ്മൾ 15-ാമത്തെ അധ്യായം, യോഹന്നാൻ 15-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഫലം നൽകാത്തതിനെയാണ് അവിടുന്ന് വെട്ടി നീക്കുന്നത്. അപ്പോൾ വെട്ടി നീക്കപ്പെടാൻ, ദൈവത്തിലായിരിക്കാൻ, ദൈവത്തിൽ വസിക്കാൻ നമ്മുടെ മുമ്പിലുള്ള സിമ്പിളായിട്ടുള്ളൊരു മാർഗമാണ്. എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നവരെ അവർ ഉപരിപഠനക്കാരാണ്. കാര്യം ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് കൃപാസനത്തിലെ അവസാനം നൽകിയ ധ്യാനമാണ്. ദൈവം ആദ്യം പ്രാരംഭധ്യാനം പോലുള്ള ധ്യാനങ്ങളായിരുന്നു, പിന്നീട് വളർച്ചാധ്യാനമായി, പിന്നീട് ആന്തരിക സൗഖ്യ ധ്യാനമായി, വരദാനങ്ങളുടെ ധ്യാനമായി, പിന്നീട് വരദാനങ്ങളുടെ ധ്യാനം കഴിഞ്ഞിട്ടാണ് കൗൺസിലിംഗ് ഒക്കെ വന്നത്. ഇതെല്ലാം കൂടിയ മരിയൻ തപസ് ഉണ്ടായിരുന്നു. മരിയൻ തപസ് കഴിഞ്ഞാണ് ദൈവം നമുക്ക് ഉടമ്പടി ധ്യാനം നൽകിയത്. കേരളത്തിലെ ധ്യാന ചരിത്രം വളരുമ്പോൾ അതെത്തി നിൽക്കുന്നത് ഉടമ്പടി ധ്യാനത്തിലാണ് എന്ന് അവകാശപ്പെടുകയല്ല, നമുക്കങ്ങനെ തോന്നിപ്പോവുകയാണ്. കാര്യം അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ചേരുവകകളെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാകും. കാര്യം ഉടമ്പടി നിങ്ങളെ കാന്തിപ്പോകാത്ത ശാഖകളാക്കും. കാറ്റ് വന്നാലും മഴ വന്നാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും കർത്താവ് ആഗ്രഹിക്കുന്നത് കാന്തിപ്പോകുന്നതെന്നാണ്. അതുകൊണ്ടാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. മരിയൻ്റെ പ്രത്യേകത എന്താണ്? കാറ്റ് വരും, വെള്ളപ്പൊക്കം ഉണ്ടാകും, അതുമേലെ ആഞ്ഞലിക്കും, പക്ഷെ അത് വീണ് പോകത്തില്ല. ഇപ്പം നമ്മൾ നേരത്തെ ശുശ്രൂഷകർ പറഞ്ഞ 7:24 മത്തായിയുടെ സുവിശേഷം, കാറ്റടിച്ചു, മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, അതുമേലെ ആഞ്ഞലിച്ചു, അത് വീണ് പോയില്ല. അപ്പോൾ വീണ് പോകാനും കാന്തിപ്പോകാതിരിക്കാൻ ഇതിൻ്റെ കൂടത്തിൽ തന്നെ, ഈ വീണ് പോകുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ 7:24 ആ മത്തായിയുടെ സുവിശേഷം 7:24-25 കൂടെയാണ് ശരിക്കും കർത്താവ് 15:2 ചേർത്ത് വെക്കേണ്ടത്. എന്താണ്? കാറ്റടിച്ചാലും കാന്തിപ്പോകാത്ത ശാഖ. ഉടമ്പടി നീ കൃത്യമായിട്ടാണ് പാലിച്ചു പോകുന്നെങ്കിൽ ഉടമ്പടി നിന്നെ കർത്താവിൻ്റെ കാന്തിപ്പോകാത്ത ശാഖയാക്കും. കർത്താവിൻ്റെ തായ്തടിയിലെ കാന്തിപ്പോകാത്ത ശാഖയാക്കും. കാര്യം എന്താണ്? ഉടമ്പടി വചനമാണ്, ഉടമ്പടി നിയമമാണ്. കാര്യം ദൈവവും അനാദികാലം മുതലേ മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെ നിയമവുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. ഓരോ നിയമങ്ങൾ നമുക്ക് തരണില്ലേ? എന്തായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം? നമുക്ക് ശിക്ഷിക്കുകയല്ല ഉദ്ദേശം. ഓരോ നിയമം തന്നിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ഒട്ടിച്ച് വെക്കുകയായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതായത് നിയമം എന്തിനാ തന്നത്? ദൈവം തന്നതിൻ്റെ വിഷയം എന്താണ്? ആ നിയമത്തിലൂടെ കാന്തിപ്പോകാത്ത ശാഖയായി നിന്നെ മാറ്റുക. ഈശോ അത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷമില്ലേ 15:10
ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ, നിയമങ്ങൾ, യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ ഒന്ന് സ്തുതിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് യോഹന്നാന്റെ സുവിശേഷം 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ ഏറ്റുപറഞ്ഞ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ നിയമം തന്നിരിക്കണേ എന്തിനാ? കൽപ്പനകൾ തന്നിരിക്കണേ എന്തിനാ? ഇപ്പം സ്നേഹിക്കാൻ പറഞ്ഞാലും, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ പറഞ്ഞാലും, അതുപോലെ തന്നെ കക്കരുതെന്ന് പറഞ്ഞാലും, അങ്ങനെ എല്ലാ കൽപ്പനകളും അതിനെല്ലാം പിന്നിലുള്ളത്. ഇപ്പോൾ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് നിയമമാണത്, ഉപവിയുടെ നിയമമാണ്, സ്നേഹത്തിൻ്റെ നിയമമാണ്. പക്ഷെ അത് വേറെ രീതിയിലാണ് ആ നിയമം അവിടെ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25:35 നമ്മൾ വായിക്കണത്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എല്ലാം നിയമങ്ങളാണ്, സ്നേഹത്തിൻ്റെ നിയമങ്ങളാണ്. എന്തിനാണ്? നിങ്ങൾ കാന്തിപ്പോകാതിരിക്കാൻ. കാറ്റ് വന്നാൽ കാന്തിപ്പോകാതിരിക്കാൻ. കാന്തിപ്പോകാതിരിക്കണേ എന്തിനാണ്? തായ്തടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലങ്ങൾ പ്രകടിപ്പിക്കാനാണ്. ഫലങ്ങൾ എന്തിനാണ് പുറപ്പെടുവിക്കണത്? അതെല്ലാം സാക്ഷ്യമാണ് ശരിക്കും. അത് നമുക്ക് പിന്നീട് വരാം. ഈ ഫലങ്ങളെല്ലാം എന്താണെന്ന് അറിയണം. സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം എന്നൊക്കെ പറയണത് ഗലാത്യർ 5:19 ആത്മാവിൻ്റെ ഫലങ്ങളാണെങ്കിലും ഫലങ്ങൾ, ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ബേസിക്കലി വാട്ട് ഈസ് ഇറ്റ്? അതെല്ലാം സാക്ഷ്യങ്ങളാണ്. ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എല്ലാം ടെസ്റ്റിമണീസാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിന് സാക്ഷിയാകുന്നു. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷിയാകാൻ ആത്മാവിൻ്റെ ഫലങ്ങളാൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. അപ്പോൾ നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:10 ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി ധ്യാനമാണ്, മറന്നു പോരുത്. അതായത് 15:10 അനുസരിച്ച് എന്താ പറയണത്? ഞാൻ ഏറ്റു പറഞ്ഞ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകള് പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകള് പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പൊ കൽപ്പനകൾ, നിയമങ്ങൾ എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാത്തത് ആരാണ്? ലോകത്തിൻ്റെ അധികാരിയാണ്. വ്യക്തമല്ലേ? കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാത്തത് ആരാണ്? ലോകത്തിൻ്റെ അധികാരിയാണ്. ലോകത്തിൻ്റെ അധികാരിയെക്കുറിച്ച് ഈശോ എന്താ പറയണത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:30-31. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:30-31. ലോകത്തിൻ്റെ അധികാരി ആരാണത്? അതായത് ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവന് എൻ്റെ മേൽ കാരണമൊന്നുമില്ല, കാര്യമൊന്നുമില്ല. നത്തിങ് ടു ഡു വിത്ത് മീ. നിയമനിഷേധകരെന്ന് പറയും ഇതിനെ. ലോകത്തിൻ്റെ അധികാരി നിയമനിഷേധകനാണ്. നമ്മൾ 2 തെസ്സലോനിക്കർ 2:9 വായിക്കുന്ന നിയമനിഷേധിയില്ലേ, അവനാണ് ഈ ലോകത്തിൻ്റെ അധികാരി. അവൻ എപ്പോഴും നമ്മളോട് പറയണത് നിയമത്തെ നിഷേധിക്കണമെന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൽ നടന്ന് മാറണം, ദൈവത്തിൽ നടന്ന് മാറണം എന്നാണ് പറയണത്. ഈശോൻ എന്താ ചെയ്തിരിക്കണത്? ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു. ഏറ്റു പറഞ്ഞേ, ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു. 14:30-31 യോഹന്നാന്റെ സുവിശേഷം. ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു. ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു. അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. ഈ അധികാരി എന്തിനാ വരണത്? ഈശോ താഴെ പറയും 14:31. ഞാൻ പിതാവിനെ ഇപ്പം മൂത്തേടൻ അച്ഛൻ്റെ ബൈബിളിലെ ഈ വചനം വളരെ ഹൃദ്യമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ലോകത്തിൻ്റെ അധികാരി വരുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് പിതാവ്
അത് ടെസ്റ്റാണ് ശരിക്കും. ലോകത്തിൻ്റെ അധികാരി എപ്പോഴും വരണത് ടെസ്റ്റും കൊണ്ടേ വരത്തുള്ളൂ. ആർക്ക് ടെസ്റ്റ്? നമ്മൾക്ക് ടെസ്റ്റ്. അവൻ ടെസ്റ്റൊന്നും ചെയ്യത്തില്ല. നമ്മൾ അവനോട് അവൻ്റെ വെല്ലുവിളികളോട് കാണിക്കുന്ന സമീപനത്തിൻ്റെ രീതി അനുസരിച്ച് കൊണ്ട് നമ്മൾക്കത് ടെസ്റ്റായി മാറണതാണ്. അതാണ് ഈശോ പറയണത് 14:31. അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. കാര്യം എന്താണ്? ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിച്ച് പോകുന്ന ആളാണ്. കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഉടമ്പടി പാലിച്ചുകൊണ്ട് പോകുന്നവർക്ക് ലോകത്തിൻ്റെ അധികാരിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞില്ല, അച്ഛാ ഞങ്ങൾക്ക് വല്ല പിശാച് ബാധയുണ്ടാ, ഞങ്ങളുടെ കുടുംബത്തിൽ വല്ല കൂടോത്ര ദോഷമുണ്ടാ, ഞങ്ങൾക്ക് വലിയൊരു അഭിചാരം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ അവരോട് ഈ വചനം പറയും. എന്താണ്? 14:10. ചിലരുടെ എല്ലാവരുടെയും തന്നെ സംശയമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു കൂടോത്രം ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾക്കെതിരെ വലിയൊരു ആഭിചാരം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മാന്യം മര്യാദയ്ക്ക് കർത്താവിൻ്റെ കൂടെയാണ് ഐക്യപ്പെട്ട് ജീവിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണമെങ്കിൽ യോഹന്നാൻ 15:10 അനുസരിച്ച്. എന്താണ് യോഹന്നാൻ 15:10? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവനിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എന്നിൽ വസിക്കും. കർത്താവിൽ വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ അധികാരിക്ക് കാര്യം അവിടെ ഒന്നുമില്ല. അതാണ് ഈശോ പറയണത് 14:30 പറയണത്. ഇതാ ലോകത്തിൻ്റെ അധികാരി പിശാച് വരുന്നു. പിശാച് വരികയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഹി ഹാസ് നത്തിങ് ടു ഡു വിത്ത് മീ. അവന് എന്നോടൊന്നും ചെയ്യാനില്ല. എന്നോടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരോട് സാത്താനി ഒന്നും ചെയ്യാനില്ല. ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ സാത്താൻ ഉപദ്രവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ എത്രയോ നേരത്തെ പിതാവിൻ്റെ തായ്തടിയിൽ നിന്നും പിതാവിൻ്റെ കൽപ്പനയിൽ നിന്നും അകന്നു പോയെന്നതിൻ്റെ അർത്ഥം. പിന്നെ ഉള്ളൊരു മാർഗം എന്താ? പിശാചിനെ പ്രവേശിപ്പിക്കാതിരിക്കാനും പിശാചിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, അതായത് യോഹന്നാൻ 14:31. എന്നാൽ എന്ന് പറഞ്ഞേ, എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകമറിയണം. അപ്പോൾ ഈ ലോകമറിയണമെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ആരെയും കാണിക്കാൻ പോണില്ല. അതെന്തിനാണ് നാട്ടുകാരെ കാണിക്കണത്? നോ. ഉടമ്പടിയുടെ ഗുണം അതാണ്. ഉടമ്പടിയിലെ എല്ലാ സംഭവവും നാട്ടുകാരെ കാണിച്ചുള്ള പരിപാടിയാണ്. കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണമെങ്കിൽ നാട്ടുകാരെ കാണിക്കണം. രോഗിനെ സന്ദർശിക്കണമെങ്കിൽ നാട്ടുകാരെ കാണിക്കണം. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ച് കൊടുക്കണമെങ്കിൽ നാട്ടുകാരെ കാണിക്കണം. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ലോകത്തെ കാണിക്കണം. നിൻ്റെ ഓരോ പിതാവിൽ വസിക്കുക എന്ന് വെച്ചാൽ നിനക്ക് സ്വകാര്യമായി ഏതെങ്കിലും മൂലക്കിരുന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കരുത്. സഭയിലെ ഏറ്റവും വലിയ ബാധ്യതയെന്ന് പറയുന്നത് മൂലക്രിസ്ത്യാനികളാണ്. സഭയുടെ ഏറ്റവും അച്ഛന്മാരുടെ കൂട്ടത്തിലുണ്ട്, സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ട്, അൽമയുടെ കൂട്ടത്തിലുണ്ട് മൂലക്രിസ്ത്യാനികൾ. എന്ന് വെച്ചാൽ ഏതെങ്കിലും മൂലക്ക് മാറി നിന്നുകൊണ്ട് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതായത് ഇതൊന്നും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമേ അല്ല. എന്താ കാര്യം? പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥന മാത്രമായാലോ? അതുകൊണ്ടാണ് ഈശോ പറയുന്നത് 14:31 ഉടമ്പടി ക്രിസ്ത്യാനി കർത്താവിൻ്റെ വചനം കേൾക്കണം. എന്താണ്? നീ ചെയ്യുന്ന ഓരോ കാര്യവും എല്ലാം 14:31 പിതാവിൽ വസിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്വകാര്യമല്ലെന്നർത്ഥം. ആർക്കും സ്വകാര്യമായി ക്രിസ്തുവിൽ വസിക്കാൻ പറ്റത്തില്ല. സഹോദരനെ കൂടെ വസിക്കാൻ പറ്റത്തുള്ളൂ. ലോകമറിയണം. ലോകമറിയാത്ത ഒരു പരിപാടികളും ഇല്ല. വായിച്ച് അവചനം വായിച്ച്. എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകമറിയണം. അപ്പം ലോകമറിയാത്ത ക്രിസ്ത്യാനികളൊന്നും ക്രിസ്ത്യാനികളല്ലെന്ന് അർത്ഥം. ഉറപ്പായി. കാര്യം ദൈവസ്നേഹം ഉണ്ടോ
ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിൽ അപരനുണ്ട്. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ മനുഷ്യരുടെ മുമ്പിൽ തന്നെ നിങ്ങൾ നെറ്റ് പറയണം. മനുഷ്യരുടെ മുമ്പിൽ, മനുഷ്യരുടെ സാന്നിധ്യമില്ലാത്ത നമുക്ക് തുടുമ സൈവന്മാരില്ല. അതായത് ഇപ്പോൾ 10:32 നമ്മൾ വായിക്കണില്ലേ? മത്തായിയുടെ സുവിശേഷം 10:32 എന്താ പറയണേ? ഏറ്റു പറഞ്ഞേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ലോകം അറിയണമെന്നുള്ള വാക്കില്ലേ, നമ്മൾ എന്ത് ചെയ്താലും സ്നേഹത്തിൻ്റെ ഫലങ്ങൾ ആണ് നമ്മളെ പിതാവുമായി യേശുവുമായി ഒട്ടിച്ചേർക്കുന്നത്. അതെല്ലാം നിയമങ്ങളാണ്. ഈ നിയമങ്ങളെല്ലാം സ്നേഹം തന്നെയാണ്. നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മൾ സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഫലങ്ങൾ അത് വ്യക്തിപരമല്ല, അതിന് ഒരു സാമൂഹിക മാനമാണുള്ളത്. ഇത് ഇത്രയും കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് ഉടമ്പടി മാത്രമേ ഉള്ളൂ. ഞാൻ പലതരത്തിലുള്ള ധ്യാനങ്ങൾ എത്രയോ വർഷമായിട്ട് കൂടനാണ് ധ്യാനിപ്പിക്കുന്നതാണ്. പക്ഷേ ഉടമ്പടി കറക്റ്റാണത്. കാര്യം ഒരു ക്രിസ്ത്യാനിയെ കംപ്ലീറ്റ് ക്രിസ്ത്യൻ, ഇപ്പം കംപ്ലീറ്റ് മാൻ എന്ന് പറഞ്ഞല്ലേ, ദ കംപ്ലീറ്റ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടി ക്രിസ്ത്യാനിയാണ്. കാര്യം അതിലെന്തുണ്ട്? അതിൽ സ്നേഹത്തിൻ്റെ ഫലങ്ങളുണ്ട്. ആ ഫലങ്ങൾ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളുണ്ട്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് ഫലങ്ങളുണ്ട്. പിന്നെ തായ്തടിയിൽ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി ചിലപ്പോൾ ദൈവം വെട്ടിയൊരുക്കുന്നു വരും. കാര്യം വെട്ടെന്ന് പറയത്തില്ല, അത് കർത്താവ് പറയുന്ന ഒരു ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ. നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷം 15:2 ബി പോയിന്റ് എന്താ പറയണത്? ഈ ഫലത്തെക്കുറിച്ചാണ് പറയണത്. ശാഖകളിൽ ഫലം കായ്ക്കുന്നതിനെ, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഒരു വെട്ടിയൊരുക്കലുണ്ട് ഇതിൻ്റെ അകത്ത്. ഫലം കായ്ക്കുന്ന ക്രിസ്ത്യാനിയാണ് എങ്കിലും ഇടയ്ക്ക് വിട്ടുകൊള്ളാനുള്ള സാധ്യതയുണ്ട്. ഈ വെട്ടെന്ന് പറയണത് എന്താണെന്ന് നമ്മൾ എപ്പോഴും നമ്മളെ പറയും വെട്ടുണ്ടാകും, രോഗമാണത്, അത് ക്ഷീണമാണ്, ക്ലേശമാണെന്നൊക്കെ പറയും. ദാറ്റ്സ് ഓക്കെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വെട്ട് നിങ്ങൾക്കറിയാമല്ലോ, മുറിവ്. പറഞ്ഞു തരേണ്ടത് വെട്ടെന്താണ്? മുറിവാണത്, സഹനമാണ്. നമുക്ക് ഫലം കൂടുതൽ കായ്ക്കാനാണ് വെട്ടി ഉരുക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വി മസ്റ്റ് നോ ഈ കട്ടിങ് എന്താണെന്ന്, പ്രൂണിങ് എന്താണെന്ന് അറിയണം. എന്താ കാര്യം വെച്ചാലേ, അതറിയണമെങ്കിൽ ഈ വെട്ട് എന്ന് നിനക്ക് ആന്തരികമായിട്ട് ബോധ്യം നൽകുന്നു, അന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ വി ഗോഡ് ദ ഗ്രേസ് ടു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് നമുക്കൊരു വെട്ട് കിട്ടുകയാണ് എന്ന് വെച്ചാൽ, വെട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായമാകുന്നതിൻ്റെ ലക്ഷണമാണ് വെട്ടെന്ന് പറയണത്. ഇപ്പോൾ തന്നെ റബ്ബർ, അത് 6 കൊല്ലമോ 3 കൊല്ലമോ കഴിയുമ്പോഴാണത്, 3 കൊല്ലം കഴിയുമ്പോഴത് വെട്ടാൻ തുടങ്ങും ചെയ്യും. പ്രായമാകുമ്പോഴാണത് വെട്ടാൻ തുടങ്ങുന്നത്. അതായത് ഒരു വ്യക്തി ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുമ്പോഴാണ് ഇത്തരം വെട്ടുകൾ വരുന്നത്. എന്താ സംഭവം? വെറുതെ ഒരു റോസച്ചെടിയെ വെട്ടത്തില്ല, അത് പൂത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ വെട്ടെല്ലാം അങ്ങനെയാണ്. എന്ത് സംഭവം? അത് ഫലം നൽകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഫലം നൽകാൻ വേണ്ടി വെട്ടും. അപ്പോൾ എന്താ വെട്ടെന്ന് പറയുമ്പോൾ, വെട്ട് എപ്പോഴും ഒരു വേദനയാണ്. എന്നുവെച്ചാൽ ഒരു സഹനത്തിൻ്റെ കണ്ടൻ്റാണ്. പക്ഷെ സഹനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും രോഗം, കടം, തകർച്ച, കുടുംബസമാധാനം, മദ്യപാനം എന്നിങ്ങനെ എഴുതി സഹനത്തെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല.
അതായത് നമ്മളുടെ വില്ലിന് എതിരെ വരുന്നതെല്ലാം വിൽ ഓഫ് ഗോഡായിരിക്കും. രീതി അങ്ങനെ കിടക്കണം. അതായത് നമ്മുടെ താല്പര്യങ്ങൾക്കെതിരെ വരുന്ന ഇതെല്ലാം, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ താല്പര്യങ്ങൾക്ക് സൗകര്യങ്ങൾക്ക് എതിരെ വരുന്നതെല്ലാം വിൽ ഓഫ് ഗോഡ് ആയിരിക്കും എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ദൈവം പറയത്തില്ല എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ വിൽ ഓഫ് ഗോഡ്, യു ടേക്ക് എന്ന് പറയത്തില്ല. നമ്മളതിനെ വിൽ ഓഫ് ഗോഡ് ആക്കണം. യു ഗോട്ട് ദ പോയിന്റ്. കാര്യം വിൽ ഓഫ് ഗോഡിലാണ് കാര്യം മുഴുവൻ ഇരിക്കുന്നത്. പക്ഷേ വിൽ ഓഫ് ഗോഡ് സംഭവിക്കുമ്പോൾ നമുക്കറിയണം എന്താണ് അതിനകത്ത് എപ്പോഴും ഈ വെട്ടിൻ്റെ കണ്ടൻ്റ് ഉണ്ടാവും. നമ്മുടെ സൗകര്യത്തിൻ്റെ മേലും. ഇപ്പോൾ നിൻ്റെ ഒരു വീട് എന്ന് വിചാരിച്ചോ, ഒരു കർത്താവ് പറയണതാണ്, ആകസ്മികമായിട്ട് ഒരു കഥ പറയും കർത്താവ്. എന്താണ്? ഒരു അർദ്ധരാത്രി ഒരു സ്നേഹിതൻ്റെ വീട്ടിലെ ഒരാൾ വിരുന്നിന് വന്നു. അതാണ് വെട്ടെന്ന് പറയണത്. എന്താ സംഭവം? ഇതിനകത്ത് 3-4 വെട്ടുണ്ട്. അർദ്ധരാത്രി വരുന്നു, അപ്പം തന്നെ നമ്മുടെ ഉറക്കം കെടുത്തു വന്ന കാര്യം ഒരു വെട്ടായി. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട ഗായിക പ്രാർത്ഥിക്കുന്ന അമ്പിളി പറഞ്ഞ് എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ ആശുപത്രിയിലാണ്. ഒരു വെട്ടാണ്, അതൊരു വെട്ടാണ്. രാത്രി അവർ പോയിട്ട് വെളുപ്പിന് 5 മണിക്കാണ് വന്നത്. അതാണ് നമ്മളുടെ ഉറക്കത്തിൻ്റെ മേലൊരു വെട്ടാണ്. ഈ വെട്ട് എൻ്റെ മകനല്ലേ എന്ന് നമ്മൾ സഹിക്കാം. പക്ഷേ ഈ വെട്ട് കർത്താവ് നമ്മുടെ സൗകര്യത്തിൻ്റെ മേൽ തന്നിരിക്കുന്നൊരു വെട്ടാണെങ്കിൽ ഇതിലൊരു ഫലമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കർത്താവേ, ഈ അസൗകര്യം നിൻ്റെ കുരിശിൻ്റെ കൂടെ ഞാൻ കൂട്ടിവെക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഐക്യപ്പെടുന്നത്, കർത്താവുമായിട്ട് ഐക്യപ്പെടുന്നത്. ഇതുപോലെ കർത്താവിൻ്റെ കഥയിൽ വെട്ട് ഒത്തിരി ഉണ്ട്. കാര്യം അർദ്ധരാത്രി വരുന്ന ആളില്ലേ, ആ വചനം നമുക്ക് വായിക്കാം. ആ അർദ്ധരാത്രി വരുന്ന ആൾ ഒരു വീട്ടുകാരൻ്റെ വസതിയിലേക്ക് ഒരു കൂട്ടുകാരൻ വരികണ സംഭവമാണ്. ഇതിനകത്ത് എത്ര വെട്ടാണ് വരണത്? ആദ്യം ഈ വന്നിട്ട് ഈ കൂട്ടുകാരിയുടെ തന്നെ ഒരു വെട്ടും. കാര്യം എന്താണ്? ഇവിടെ മനുഷ്യ തനിക്ക് കണ്ണും വരെ ഉള്ളപ്പോൾ വരാൻ പാടില്ലേ എന്ന് ചോദിക്കത്തില്ല, മനസ്സിൽ തോന്നും. അതാണ് ആദ്യത്തെ വെട്ട്. കാര്യം അർദ്ധരാത്രിയാണ് ഇവൻ വരണത്. അപ്പോൾ അത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഇവിടെ അയാൾ വൈഫിനോട് ചോദിക്കും, ഇയാൾക്ക് കൊടുക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വൈഫ് കൈമലർത്തും. അതും ഒരു വെട്ടാണ്. എന്താ കാര്യം? എടി പോത്തെ വല്ലതുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ? ഒരാളെ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാൽ വെറുതെ അപമാനപ്പെടാൻ പറ്റുമോ? ഭർത്താവും ഭാര്യയുമായിട്ട് കോർക്കാൻ ഒരവസരം, അതും ഒരു വെട്ടാണ്. വെട്ട് തന്നെ വഴി കണ്ടില്ലേ ഈ വെട്ട്? ഇനി ഇയാളെന്ത് ചെയ്യും? ഇയാളപ്പം തന്നെ അവിടെ നിന്ന് ഗേറ്റും ചാടി അടുത്ത വീട്ടിൽ പോവുകയാണ്. അവിടുത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ മുട്ടണ കണ്ട സമയത്ത് അയാൾ പറയും, എന്നെ ആരാണെന്നൊക്കെ ചോദിക്കും. ഞാനാണേ. എന്താ പരിപാടി? അത് എൻ്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു, അതിനിപ്പോൾ ഞാൻ എന്താണ്? അത് എനിക്കൊരു അപ്പം തരണം. അയ്യോ അത് പറ്റത്തില്ല. അയ്യോ അത് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അടുത്ത വെട്ടായി. അയ്യോ അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആ വചനഭാഗം വായിക്കാം. ഇപ്പോഴും ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 11-ാം അധ്യായം 5-ാം തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കതകടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഇതിനകത്ത് വരുന്ന വിഷയം കണ്ടില്ലേ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്.
ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹല്ലേലൂയ ലൂക്ക 11:5 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലാണ് ഇതിൽ വന്നിരിക്കുന്ന വെട്ടുവന്ന വഴി കണ്ടില്ലേ? വെട്ടുവന്ന വഴിയാണ് ഒന്ന്. ഇനി മൂന്നാമത്തെ വെട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. എന്താണ്? ഇതെന്ത് പരിപാടിയാണ്? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങണം അറിയാൻ പാടില്ലേ? ഞാൻ എഴുന്നേറ്റാൽ ഇവന്മാർ എൻ്റെ കഴുത്തേലും നെഞ്ചത്തെ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ എഴുന്നേറ്റാൽ കുഞ്ഞുങ്ങൾ ഉടനെ എഴുന്നേറ്റ് നിലവിളിക്കും, നിങ്ങളെനിക്ക് രാത്രി പണി തരാൻ വന്നിരിക്കടാ എന്താ ചോദിക്കുക. കാര്യം വെട്ടാണ് വന്നത്. ഇവൻ്റെ ഉറക്കം പോകുന്നു. ഇനി കുഞ്ഞുങ്ങളെങ്ങാനും എഴുന്നേറ്റ് നിലവിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ. പിന്നെ അവർക്ക് കാര്യങ്ങൾ അറിയത്തില്ല. അവർ നിലവിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചിലപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞായിരിക്കും നിലവിളി തീർക്കണത്. അപ്പോൾ 2 മണിക്കൂർ ഈ മനുഷ്യന് അപ്പം കൊടുത്തത് അപ്പം തിന്നവൻ കിടന്നുറങ്ങും. ഈ അപ്പം തിന്നവൻ കിടന്നുറങ്ങിയാലും ഈ മനുഷ്യന് ഉറക്കം കിട്ടത്തില്ല. കാര്യം എന്താ? പിള്ളേർ നിലവിളിച്ചുകൊണ്ടിരിക്കുകയും. വെട്ട് 2, 4-ാമത്തെ വെട്ടായി. ഈ 4 വെട്ട് കഴിയുമ്പോൾ ഈ മനുഷ്യന് ഈ വെട്ടിൽ നിന്ന് ഫലം ഉണ്ടാക്കണില്ലെന്നറിയാൻ പറ്റും. എന്താ കാര്യം? ലൂക്കായുടെ സുവിശേഷം വായിക്കാൻ നമുക്കറിയാം. ഇങ്ങനെ വെട്ട് കിട്ടിയെങ്കിലും വെട്ടായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ടൊരു ഫലം ഉണ്ടാകണില്ല അയാൾക്ക്. എന്താ ഫലം ഉണ്ടാകുന്നത് വെച്ചാൽ ഈശോ പറയണത് 11:5 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 11:8 അതായത് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 11:8 എന്താ പറയണത്? ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് പ്രാഗിക്കൊണ്ട് കൊടുക്കുമെന്ന്. ഇവിടെയാണ് പ്രശ്നം. ഈ വെട്ടിൽ നിന്ന് ഫലം ഉണ്ടാക്കാൻ അയാൾക്ക് പറ്റിയില്ല. അയാൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? അയാൾക്ക് 2 വെട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന്, അയാളുടെ ഉറക്കം പോയി. രണ്ടാമത്തത്, കുഞ്ഞുങ്ങളുടെ ഉറക്കം പോയി. ഈ 2 വെട്ട് കിട്ടിയപ്പോഴും ഈ മനുഷ്യൻ വാദിക്കുന്നു പോണില്ല. ഉടനെ അപ്പം എടുത്ത് ആന്നാ പോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്ത് നോക്കാതെ ഇത് കൊടുത്ത് ഈ വെട്ടിൽ നിന്ന് ആൾക്കാർക്ക് വെട്ട് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, ഫലം ഉണ്ടാക്കണില്ല. ഇന്നത്തെ ഉടമ്പടിയുടെ നമ്മുടെ ചിന്ത ഇതാണ്. ആവശ്യത്തിന് വെട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ വെട്ടിൽ നിന്ന് ഫലം ഉണ്ടാക്കുന്നില്ല. കാര്യം എന്താണ്? അവർ കർത്താവിൻ്റെ കൂടെ ഒട്ടി നിൽക്കുന്നില്ല. സ്നേഹിതനാണെന്ന് കരുതിയല്ലെങ്കിലും നിർബന്ധ നിമിത്തം കൊടുക്കുകയും, അതായത് മനസ്സോടെ കൊടുക്കുന്നു. മനസ്സോടുകൂടി കൊടുക്കാനാണ് പറയണത് ഈശോ. വെട്ട് കിട്ടുമ്പോൾ മനസ്സോടുകൂടി കൊടുക്കണം. 4 വെട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആ വീട്ടുടമസ്ഥന് ഒരു വെട്ട് കിട്ടി, പക്ഷേ ആ വെട്ട് അർദ്ധരാത്രി അയാൾ കയറി വന്നതാണ്. രണ്ടാമത്തെ വെട്ട് ഇയാളുടെ അപമാനം മേടിച്ചതാണ്. അപ്പം കൊടുത്തതിന് വെട്ട് കിട്ടി. എന്താണ്? അവൻ്റെ ഉറക്കം പോയി. രണ്ടാമത്തത് അവൻ്റെ കുഞ്ഞുങ്ങൾ നിലവിളിക്കാൻ തുടങ്ങി, ബഹളം ഉണ്ടാക്കി, അതുങ്ങളുടെ ഉറക്കം പോയി. 4 വെട്ട് ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് പരാജയപ്പെട്ടിരിക്കുന്ന അപ്പം കൊടുത്തവനാണ്. അപ്പം കൊടുക്കുകയും ചെയ്ത് അത് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു വരുമാനം ഉണ്ടായില്ല. വെട്ടെല്ലാം മേടിക്കുന്നുണ്ട്, പക്ഷേ വെട്ടിൽ നിന്നും ഫലങ്ങളൊന്നും ഉണ്ടാകണില്ല. ഇതാണോ നിൻ്റെ അവസ്ഥയെന്ന് ചിന്തിക്കണം. നീ ഒത്തിരിയേറെ സഹിക്കുന്നുണ്ട്, ദാറ്റ്സ് ഓക്കെ. കാര്യം നിൻ്റെ മനസ്സിന് ബൈബിളിലെ രീതി അനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്തതെല്ലാം വിൽ ഓഫ് ഗോഡ് ആക്കാനുള്ള ഒരു സമർപ്പണം, അതാണ് ശരിക്കും പറഞ്ഞാൽ ഫലം ഉണ്ടാക്കി നിന്നെ വളർത്തി ദൈവത്തിൽ അടുപ്പിച്ച് നിർത്തുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രസകരമായ ഒരു വചനമാണ്. ഇന്നെൻ്റെ വെളുപ്പിന് എൻ്റെ പ്രാർത്ഥനയിൽ വന്നതാണ്. ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല. അതായത് ഈ ശ്രവണാഭിഷേകം എന്നും പറഞ്ഞ സംഭവമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ സിറ്റുവേഷനിലായിട്ട് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഒരു വചനം തന്നെ കർത്താവ് 4000 കൊല്ലം മുമ്പ് എഴുതിയതാണ്. ഇനി ചിലപ്പോൾ 4000 കൊല്ലം കൂടി ആ വചനം ജീവിക്കും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ലോകം അവസാനിക്കുമായിരിക്കും. എപ്പോൾ 8000 കൊല്ലമല്ലേ? 8000 കൊല്ലത്തിൽ ഒരു 8 കോടി അർത്ഥമായിരിക്കും ഇതിനുള്ളത്. 8000 കൊല്ലത്തിൽ 8 കോടി അർത്ഥമാണ് ഉണ്ടാകുന്നത്. ഇനി 800 കോടി മനുഷ്യരുണ്ടെങ്കിൽ ആ 8 കോടിയെ പെണ്ണ് 800 കൊണ്ട് ഗുണിച്ചാൽ എന്തുമാത്രം അർത്ഥങ്ങളുണ്ട്. അത്രയും വചനം അനന്തവിജ്ഞാനമാണ് ഈ വചനം. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴേ കർത്താവ് പറഞ്ഞ എന്താണ്? ഒരു വചനം കേൾക്കണമെങ്കിൽ അഭിഷേകം വേണം. ആ വചനം കേൾക്കാനുള്ള അഭിഷേകം വേണം. അഭിഷേകം അപ്പോസ്തലന്മാർക്ക് ഇല്ലാതെ വന്ന്
എപ്പോഴാണ് ഇല്ലാതെ വന്നത്? അപ്പോസ്തലന്മാർക്ക് വചനത്തിനെക്കുറിച്ചുള്ള അഭിഷേകം, വചനം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവർക്കറിവില്ലാതെ വന്നത് എപ്പോഴാണ്? നമ്മൾ 16 ശരിക്കും 16, 11 വായിക്കത്തില്ലേ? മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ സ്തുതികട്ടെ ഹല്ലേലൂയ 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 എല്ലാ മക്കൾക്കും കർത്താവേ, ശ്രമിക്കുന്ന വചനത്തിന്റെ അർത്ഥതലങ്ങൾ അറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണം. അതായത് മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ 21, 22 വചനങ്ങൾ വായിക്കുമ്പോൾ ഈ ശ്രവണാഭിഷേകം എന്താണെന്ന് മനസ്സിലാവും. ഇതെല്ലായിടത്തും ഇങ്ങനെ റൺ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയണം നിങ്ങളോട്. അതായത് അപ്പോൾ മുതൽ യേശു ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്ന ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും അവൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പീഡാനുഭവ പ്രവചനമാണ്. ഇതാണ് കർത്താവിന് സഹനം വരുമെന്നാണ് അറിയിക്കുന്നത്. പത്രോസ് വളരെ പ്രാക്ടിക്കൽ മൈൻഡഡാണ്. പുള്ളിക്ക് ഉടനെ കാര്യങ്ങൾ പിടികിട്ടി. എന്താണ്? കർത്താവിന് സഹനം വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവന്മാർ ചിന്തിച്ചത് എന്താണ്? ഇത് ഞങ്ങൾക്കും പണിയാകുമല്ലെന്നാണ് ചിന്തിച്ചത്. അതാണ് സംഭവം. ഇപ്പം ഇത് കണ്ടില്ലേ, ഒരാൾക്കായിട്ട് സഹനം വരത്തിലൊരിക്കലും. ഇപ്പം ഒരു വീട്ടിൽ വിരുന്നുകാരൻ വന്നു, അത് ആർക്ക് പണിയായി മാറി? അടുത്ത വീട്ടുകാരന് പണിയായി മാറി. വെട്ടുവരുന്ന വഴി അതാണ്. കർത്താവിന് സഹനം വരണതിനെക്കുറിച്ച് നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ പ്രധാന ആചാര്യന്മാരുടെ കൈകളിൽ താൻ ഏൽപ്പിക്കപ്പെടും, അവരുടെ പീഡിപ്പിക്കും, വധിക്കും എന്നൊക്കെ പറയുമ്പോൾ കർത്താവിൻ്റെ സഹനങ്ങളെ അവിടെ വെച്ചത് എനിക്ക് വളരെ സഹിക്കേണ്ടി വരുന്നതാണ് പറയണത്. കർത്താവിൻ്റെ സഹനങ്ങളെ അപ്പോസ്തലന്മാർക്കും കിട്ടും, അതിൻ്റെ പങ്ക് കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ നോക്കിയേ, ഒരു കാര്യം നോക്കുകൊണ്ടില്ല, ഉടനെ ഈ വിൽ ഓഫ് ഗോഡിലുള്ള വചനത്തെ, അതിൻ്റെ ആന്തരിക വചനത്തെ അഭിഷേകമില്ലാത്ത കൊണ്ട് അപ്പോസ്തലൻ ഉടനെ മറുത്തു നിൽക്കും. എന്തു ചെയ്യും? അയാൾ പുറകോട്ട്, അതായത് 2:16-22 മത്തായി ശ്ലീഹായുടെ സുവിശേഷം, പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ബാക്കിയുള്ള കാര്യം സാത്താൻ എന്നൊക്കെ വിളിക്കുന്നതാണ്. അതായത് ഈ നിയമനിഷേധി എന്ന് പറയണത് സാത്താനും ഇങ്ങനെ ഈ സാധനം എല്ലാം ഇങ്ങനെ വരും. വിൽ ഓഫ് ഗോഡിനെതിരെ എന്ത് വന്നാലും അത് നിയമനിഷേധിയുടെ പ്രവർത്തനമാണ്. 2 തെസ്സലോനിക്കർ 2:9 നിയമനിഷേധിയുടെ സാത്താൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിയമനിഷേധി വരണത്. അവനാണ് നമുക്ക് സഹനം തരണത്. സഹനം തരണത് അവനാണെങ്കിലും നമ്മൾ അതെങ്ങനെ എടുക്കുന്നു എന്നുള്ള പ്രശ്നം. അതിനെ പ്രത്യുത്തരിച്ചാൽ നമ്മൾ സാത്താനായും. കറക്റ്റ് മനസ്സിലായില്ലേ? സാത്താൻ്റെ പ്രവർത്തനത്തിലാണ് ഈ നിയമനിഷേധി വരണത്. 2 തെസ്സലോനിക്കർ 2:9. പക്ഷേ നിയമനിഷേധിയാണ് അവൻ. നമ്മൾ ആ വിഷയത്തെ വിൽ ഓഫ് ഗോഡായിട്ട് എടുത്ത് സഹനത്തെ സന്തോഷത്തോടെ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്താൽ, ആ സഹനത്തെ കർത്താവിന് നാം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ഗ്രേസായിട്ട് മാറും. ഇല്ല, നമ്മളതിനെ പ്രതിരോധിച്ച് കഴിഞ്ഞാൽ സാത്താനായിട്ട് മാറും. യു ഗോട്ട് ദ പോയിൻറ്റ്? ഒരേ സമയം തന്നെ ഒരൊറ്റ ആക്ഷനിലാണ്, ഒരൊറ്റ സംഭവത്തിൻ്റെ ആക്ഷനിൽ ഒന്നെങ്കിൽ നമ്മൾ സാത്താൻ്റെ അനുകൂലിയായിട്ട് മാറും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൈതലായിട്ട് മാറും. അതുകൊണ്ട് സാത്താനോട് ഈശോ പറഞ്ഞു, സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് മാറുക. എന്താണ്? നീ ദൈവിക കാര്യങ്ങളല്ല അന്വേഷിക്കണത്. നീ ദൈവിക കാര്യങ്ങളല്ല അന്വേഷിക്കണത് എന്ന് വെച്ചാൽ എന്താണ്? സഹനത്തിലൊരു ദൈവിക കാര്യമുണ്ടെന്നാണ് പറയണത്. നമ്മൾ ദൈവത്തിൻ്റെ, അതായത് ഇത് വരുന്ന സഹനത്തിൻ്റെ കണ്ടൻറ്റില്ലേ ഒരു ദൈവിക കാര്യമുണ്ട് എന്ന് നീ വിശ്വസിച്ചാൽ വചനം ശ്രവിക്കാനുള്ള അഭിഷേകമായി. യു ഗോട്ട് ദ പോയിൻറ്റ്? വചനം ശ്രവിക്കാനുള്ള അഭിഷേകം അങ്ങനെ വരണത്. അപ്പോഴേ ഈശോ മനസ്സിലായി, കർത്താവേ, അപ്പാ എൻ്റെ വചനത്തിലുള്ള ദൈവികമായ കാര്യം എൻ്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ലല്ലോ, വാട്ട് ടു ഡു എന്ന് ചോദിച്ചപ്പോൾ അപ്പായി പറഞ്ഞ കുഴപ്പമില്ല, ആ താബോറിലോട്ട് ഇവന്മാരെല്ലാം കൊണ്ടുവന്നോളാൻ പറഞ്ഞ്. അങ്ങനെ താബോറിൽ കൊണ്ടുവന്നപ്പോൾ അപ്പം പറയുന്നൊക്കെ വാക്കുകളുണ്ട്.
എന്താണ്? അത് ശ്രവണാഭിഷേകം കൊടുക്കുന്നതാണ്. അത് 17 വചനത്തിലുണ്ട്. 17:5 അതായത് താബോറിൽ വെച്ച് ഈശോൻ്റെ വിശ്വരൂപം കാണുമ്പോഴേ പിതാവിൻ്റെ അക്രഡിഷൻ കിട്ടും. കാര്യം വിൽ ഓഫ് ഗോഡിന് എപ്പോഴും പിതാവിൻ്റെ അക്രഡിഷൻ ഉണ്ടാവും. നമ്മളത് ദൈവനാമത്തിൽ എടുക്കുകയാണെങ്കിൽ, ദൈവനാമത്തിൽ ഒരു സഹനത്തെ എടുക്കുമ്പോഴാണ് അത് വിൽ ഓഫ് ഗോഡ് ആകണത്. വിൽ ഓഫ് ഗോഡ് ആകാൻ, ദൈവത്തിൻ്റെ ഹിതമാകാൻ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയത്തെ ദൈവനാമത്തിൽ എടുത്താൽ അത് വിൽ ഓഫ് ഗോഡ് ആകും. എന്നുവെച്ചാൽ വിൽ ഓഫ് ഗോഡ് ആണെന്നല്ല, വിൽ ഓഫ് ഗോഡിൻ്റെ ഫലം ചെയ്യും. ഈ ഗോട്ട് ദ പോയിൻറ്റ്. നിങ്ങളതിനെ തെറ്റിദ്ധരിക്കരുത്. അതായത് ഒരു വിഷയം നമുക്കിഷ്ടമില്ല. ഇപ്പം എൻ്റെ ട്രാൻസ്ഫർ തന്നെ എനിക്കിഷ്ടമില്ലാത്ത എത്ര ട്രാൻസ്ഫർ എനിക്ക് കിട്ടി. ഞാനതെല്ലാം വിൽ ഓഫ് ഗോഡായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ എടുത്തു. എനിക്കെല്ലാം വിൽ ഓഫ് ഗോഡിൻ്റെ ഫലം ചെയ്തു. എൻ്റെ കൃപയ്ക്ക് മേൽ കൃപ വർദ്ധിപ്പിച്ചു. എൻ്റെ മക്കളെ, കൃപയ്ക്ക് മേൽ കൃപയുണ്ട്. കൃപയെ മാത്രമല്ല, നമുക്ക് പ്രശ്നമില്ല. യോഹന്നാൻ 1:16 അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, ഏറ്റു പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആണ് വിഷയം. അതായത് ഗ്രേസ് മാത്രമേ നമുക്ക് അലോട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് അതിന് പാപത്തിന് പരിഹാരം ചെയ്ത കാരണം അവൻ്റെ നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് പറയുമ്പോൾ, അവൻ എൻ്റെ പാപത്തിന് പകരമായി അവൻ മരിച്ചു, അവൻ എൻ്റെ പാപത്തിന് പകരമായി അവൻ ശിക്ഷിക്കപ്പെട്ടു, അവൻ സഹനമേറ്റു, അവൻ എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് പറ്റാം? അവൻ്റെ നാമത്തെ വിശ്വസിക്കുക വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? അവൻ്റെ സഹനം അവൻ്റെ നാമത്തെ ഏറ്റെടുക്കുക എന്നതിൻ്റെ അർത്ഥം. ഈ ഗോട്ട് ദ പോയിൻറ്റ്. അല്ല, വെറുതെ വിശ്വാസ പ്രവർത്തനത്തിൻ്റെ കാര്യമില്ല. ഇവിടെ ഒരു വിഷയം വരുമ്പോൾ അവൻ്റെ നാമത്തിൽ എടുക്കണം. അത് ഭാര്യ ഉണ്ടാക്കിയാലും ഭർത്താവ് ഉണ്ടാക്കിയാലും അയൽവാസികൾ ഉണ്ടാക്കിയാലും നമ്മളത് കർത്താവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോൾ നമുക്കത് വിൽ ഓഫ് ഗോഡിൻ്റെ ഫലം ചെയ്യും. കാര്യം എവിടെ wherever there is suffering, we can make it as a will of God and we attain grace. എവിടെയെങ്കിലും ഒരു സഫറിങ് ഉണ്ടോ, അത് നമുക്കിഷ്ടമില്ലാത്ത ഒരു വിഷയത്തിലാണോ, ഇഷ്ടമില്ലാത്ത വ്യക്തികളിൽ നിന്നാണോ, when we take in the name of Jesus Christ, കർത്താവിൻ്റെ നാമം നമ്മൾ എടുക്കുകയാണെങ്കിൽ we will get the grace, the fruits of grace. കൃപയുടെ ഫലങ്ങൾ നമുക്ക് കിട്ടും. അതായത് സഹനം വരുമ്പോൾ, അത് പ്രത്യേകിച്ച് നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളിലും വ്യക്തികളിലും നമ്മൾ ഇടപെടേണ്ടി വരുമ്പോൾ നോട്ട് ദ പോയിൻറ്റ്. എന്ത് ചെയ്യണം നിങ്ങൾ? അതിലൊരു വിൽ ഓഫ് ഗോഡിൻ്റെ സാധ്യതയുണ്ട്. അത് ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ എടുക്കുന്നു എന്ന് പറയണം. കാര്യം എന്താ? അതായത് എപ്പോഴും നമുക്കറിയാമല്ലോ, ഇപ്പോൾ എന്താ പറയണത്, ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരല്ലേ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ആദ്യം കർത്താവ് എന്ത് ചെയ്യുക? അവർ സഹനത്തിൽ നിന്ന് ഓടിപ്പോവുകയും അല്ലേ. യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടു, ഇനി വരാൻ പോകുന്ന സഹനമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ സഹനത്തിൽ നിന്ന് ഓടിപ്പോകുകയാണ്. യേശുവിനെ പുറകെ ചെന്നിട്ട് ഇതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മക്കളെ, ഇത് ഇങ്ങനെ രീതിയിൽ എടുത്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് പുറകെ ചെല്ലും. സഹനമല്ല പ്രശ്നം, സഹനത്തെ എടുക്കുന്ന രീതിയാണെന്നാണ് എമ്മാവൂസ് പഠിപ്പിക്കുന്ന പാഠം. അപ്പോൾ കർത്താവിൻ്റെ പുറകെ ചെല്ലും. പറഞ്ഞു, മക്കളെ സഹനമല്ല കുരിശ് പറഞ്ഞത്, ഞാൻ കുരിശ് പറയുമ്പോൾ കഴിഞ്ഞാൽ ഞാൻ നിൽക്കണത്. സഹനവും കുരിശ് പറഞ്ഞതെന്നല്ല പ്രശ്നം, സഹനത്തെ എടുക്കണ രീതിയാണ് പ്രശ്നമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്ത് ഈ സഹനത്തെ എടുക്കുന്ന ടെക്നോളജി അവർക്ക് പറഞ്ഞു കൊടുക്കും, എങ്ങനെ സഹനത്തെ എടുക്കണം. എന്നിട്ട് അതിന് വചനം എന്താ പറയണത്? 24-26 ലുക്കാൻ്റെ സുവിശേഷം. ലുക്ക ദൈവവചനം ഗ്രഹിക്കാൻ വേണ്ടി ഹി ഓപ്പൺസ് ദ ഹാർട്ട്. അതാ ഭയങ്കര വചനമാണത്. ഇത് നമ്മൾ 90 കൊല്ലം ഇവിടെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചെങ്കിലും കർത്താവിൻ്റെ വചനം ഗ്രഹിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഹാർട്ട് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ വെറുതെ കെട്ടി യൂദാസിനെ പോലെ കെട്ടിത്തുങ്ങി ചാകണം നല്ലത്. കാര്യം അവന് പറ്റിയ അബദ്ധം അതാണല്ലോ. ഈ 11 പേരെക്കാൾ അവന് പറ്റിയ അബദ്ധം എന്താണ്? ദൈവവചനം സ്വീകരിക്കാനുള്ള ഹാർട്ട് തുറവിയില്ലാതെ വന്നതാണ്. അതാണ് യൂദാസിനെ പറ്റിയ അബദ്ധം. യൂദാസ് ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്ന കാരണം അതാണ്. ദൈവവചനം എത്രയോ പ്രാവശ്യം പറഞ്ഞു, പക്ഷേ അവൻ്റെ ഹാർട്ടെല്ലാം ഷഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം എന്താ ചെയ്ത്? മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരുടെ പുറകെ പോയിട്ട് പറഞ്ഞു, മക്കളെ കുരിശല്ല പ്രശ്നം, പീലാത്തോസല്ല പ്രശ്നം, മക്കളെ കാൽവരിയല്ല പ്രശ്നം, അതെടുക്കണ രീതിയാണ് പ്രശ്നം. ഐ വിൽ ടോച്ച് യു,
ഐ വിൽ ടീച്ച് യു, ഞാൻ നിന്നെ അത് പഠിപ്പിക്കാം. എന്നിട്ട് എന്ത് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി ആദ്യം ചെയ്തത് എന്താണ്? ദൈവവചനം, സഹനത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുത്തു. എൻ്റെ മക്കളെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, വചനത്തിലുള്ള will of God, ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കാൻ എൻ്റെ ഹൃദയങ്ങളെ നീ തുറക്കണമേ. ഓ ദിവ്യകാരുണ്യമേ, ഇപ്പോൾ ശിഷ്യന്മാരെ ഹൃദയം തുറന്നതുപോലെ അങ്ങയുടെ വചനം കേൾക്കാൻ, ദൈവവചനം മനസ്സിലാക്കാൻ, ദൈവ മനസ്സ് നിറവേറ്റാൻ എൻ്റെ ഹൃദയത്തെ അങ്ങ് തുറക്കണമേ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മകളുടെ ഒരു വചനം എനിക്ക് തെറ്റിപ്പോയായിരുന്നു, പെട്ടെന്ന് മനസ്സിൽ വന്നപ്പോൾ പറഞ്ഞു പോയതാണ്, സോറി, ക്ഷമിക്കണം. അതായത് ലൂക്ക 24:46 ആ വചനം ഉള്ളത്. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. അതായത് 45 ഓപ്പൺ ദ ഹാർട്ട്. ലൂക്ക 24:45 വിശുദ്ധ ലിഖിതങ്ങളെ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അതുതന്നെയാണ് അവിടെ തുടങ്ങിയത്. എവിടെ? നമ്മൾ താബോർ മലയിൽ സംഭവിച്ചത് തന്നെയാണ്. സഹനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരെ മറുതലിച്ചു. കാര്യം സഹനത്തിലുള്ള വിൽ ഓഫ് ഗോഡ് മനസ്സിലാക്കാനുള്ള ഹൃദയ തുറവി അവർക്കില്ലായിരുന്നു. അതുതന്നെയാണ് എമ്മാവൂസിലൊക്കെ ശിഷ്യന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് സഹനത്തിലുള്ള ദൈവത്തിൻ്റെ തിരുമനസ്സ് മനസ്സിലാക്കാൻ, അഥവാ ഞാൻ ഇന്ന് ഈ വചനത്തിൽ വരുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹനം നമ്മൾക്കിഷ്ടമില്ലാത്ത അനിഷ്ടമായ സാഹചര്യങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ എല്ലാം നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ആത്മാവിൻ്റെ ഫലങ്ങളോടെ എടുക്കുകയാണെങ്കിൽ അതാണ് തുറവി എന്ന് പറയുന്നത്. വചനത്തിലുള്ള തുറവി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കൃപയായി മാറുമെന്നായി പറയണത്. ഇപ്പം എന്താ പറയണത്? അത് അപ്പോസ്തലന്മാർക്കില്ലായിരുന്നു, എമ്മാവൂസിലെ ശിഷ്യന്മാർക്കില്ലാഞ്ഞത് കൊണ്ട് എന്നാ ചെയ്ത്? അവൻ ചെന്ന് പറഞ്ഞു, മക്കളെ, കാലുവരിയല്ല പ്രശ്നം, കുരിശല്ല പ്രശ്നം, മുൾക്കിരീടമല്ല പ്രശ്നം, തിരുവിലാല മുറിവല്ല പ്രശ്നം, ഇത് എടുക്കുന്ന സമീപിക്കുന്ന രീതിയാണ്. അതിനെന്ത് ചെയ്യണം? 15, 24, 46, 45 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അതാണ് താബോറിൽ സംഭവിച്ചത്. വിശുദ്ധ ലിഖിതൻ, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. എന്താണ് ശ്രവിക്കാൻ പറയുന്ന ഒരു വചനം? ശ്രവിക്കാൻ പറയുന്നത് ആ വചനത്തിനകത്തുള്ള ദൈവഹിതം സ്വീകരിക്കാനുള്ള മാനസിക അവസ്ഥ രൂപപ്പെടുത്തിയെടുക്കാനുള്ള കൃപയ്ക്കാണ് അങ്ങനെ പറയണത്. രണ്ടിടത്തുനിന്ന് ഈ താബോറിൽ 17:5 ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കാൻ പറയുന്ന സഹനം ഭരണകാലത്ത്, പീഡാനുഭവ പ്രവചനം ഭരണകാലത്ത് അത് പറ്റത്തില്ല, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് എതിർത്ത് പറയണത് എന്തുകൊണ്ടാണ്? നിയമനിഷേധിയാണ്. 2 തെസ്സലോനിക്കർ 2:9 നിയമനിഷേധിയാണ്. നിയമനിഷേധി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആരിലൂടെ? നിയമം എന്താണ്? നിയമം 15:10 എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ ദൈവത്തെ നമ്മളെ വസിപ്പിക്കണമെന്ന് നിയമം. നിയമം നിഷേധി എന്താ ചെയ്യണത്? ദൈവത്തിൽ നമ്മളെ അടർത്തിക്കളയും. അതിനിപ്പോൾ എന്താ ചെയ്തിരിക്കണത്? പിതാവിൽ നിന്ന് ഈശോനെ അടർത്തിക്കളയാൻ വേണ്ടി നിയമനിഷേധി വന്നിരിക്കുകയാണ്. എവിടെ വന്നിരിക്കണത്? നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ, നിനക്ക് സഹനം ഉണ്ടാകാതിരിക്കട്ടെ. ആര്? 15. അതാണ് നമ്മൾ പത്രോസ് പറയണത്. 17:5 കഴിഞ്ഞ് താഴേക്ക് വരുന്ന വചനങ്ങളിൽ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഉടനെ പത്രോസിനെ കർത്താവ് പറഞ്ഞു, ഇവിടെ താബോറിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ ശ്രവിക്കാനുള്ള വചനം, അഭിഷേകം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ ശ്രവിക്കാൻ എപ്പോഴും ദൈവം വചനം ശ്രവിക്കാൻ, അത് വിൽ ഓഫ് ഗോഡ് മനസ്സിലാക്കാൻ, ആ സഹനം വരികയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ നാമത്തിൽ എടുത്തുകൊണ്ട് വിൽ ഓഫ് ഗോഡ് ആക്കിയിട്ട് അതിന് സമർപ്പിതരായിട്ട് അനുഗ്രഹം മേടിക്കാനുള്ള, ദൈവത്തോട് അപേക്ഷ ചെയ്യാനുള്ള ആ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് എമ്മാവൂസിലെ ശിഷ്യന്മാർ പോണത്. അവർ പുറകെ നിന്നിട്ട് ഈശോ പറയും, മക്കളെ, തിരുവിലാരം മുറിവ് ഒരു പ്രശ്നമല്ല, മുൾക്കിരീടം ഒരു പ്രശ്നമല്ല,
കുരിശൊരു പ്രശ്നമല്ല, കാൽവരി ഒരു പ്രശ്നമല്ല, സഹനം ഒരു പ്രശ്നമല്ല. അതിനെ സമീപിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്ത്, ഐ വിൽ ഓപ്പൺ യുവർ ഹാർട്ട്, ഞാൻ നിൻ്റെ ഹൃദയത്തെ ഓപ്പൺ ചെയ്യാം. ഈ തിരുഹൃദയത്തിന് നാളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ട്. എന്താണ് പ്രാർത്ഥന? കർത്താവേ, എന്താ പ്രാർത്ഥിക്കുന്നത് നമ്മൾ? എൻ്റെ ഹൃദയത്തെയും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. അത് മനോഹരമായ പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ സ്വഭാവം എന്താണ്? വചനത്തിൻ്റെ ഓപ്പൺനെസ്സാണ്. അല്ല നമ്മൾ പറയുന്ന കുറേ സംഭവമൊക്കെ പറയുന്നുണ്ട്, അതൊന്നുമല്ല. ആക്ച്വലി ആ പ്രാർത്ഥന കറക്റ്റാണ്. പ്രാർത്ഥനയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം വേറെയാണ്. ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പാ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമെന്ന്. എവിടെയാണോ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന ദൈവം സ്വന്തം ഇഷ്ടമാക്കി മാറ്റണത്, അപ്പോൾ ഹൃദയമായി. ഈശോയുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? ഓപ്പൺനെസ് ടു ദി വേർഡ് ഓഫ് ഗോഡ്. പിതാവായ ദൈവത്തിൻ്റെ വാക്കുകൾക്കുള്ള തുറവിയാണ്. ആ തുറവി പത്രോസ് ഇല്ലാഞ്ഞ കാരണം പത്രോസിൻ്റെയും യേശുവിൻ്റെ ഹൃദയത്തെ പോലെ പത്രോസിൻ്റെ ഹൃദയത്തെ അങ്ങോട്ട് മാറ്റും. ഹൃദയശാന്ത എളിമയുള്ള ഈശോയെ എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമെന്ന് പറയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്നത് വിൽ ഓഫ് ഗോഡ് യേശുവിനെ പോലെ സ്വീകരിക്കാൻ പത്രോസിനും അത് മനസ്സിലാക്കാനുള്ള കഴിവ് താബോറിൽ വെച്ച് നൽകുന്നുണ്ട്. 15:5 ഈ കഴിവാണ് എമ്മാവൂസ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. 24:45 ദൈവവചനം കേൾക്കുന്നതിന് അവിടെ ഹൃദയത്തെ ത്രിഹൃദയമാക്കി മാറ്റും. അവർക്ക് ഓപ്പൺനെസ് കിട്ടും. യേശു മനസ്സിലാക്കിയ പോലെ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഹൃദയത്തെ യേശു തുറക്കും. അത് മനസ്സിലാകുമ്പോൾ സഹനം ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറുന്നത് ആവശ്യമായിരുന്നില്ലെന്ന് ചോദിക്കുന്നൊരു വചനമുണ്ട്. 24:26 ലൂക്കാന്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കാന്റെ സുവിശേഷം 24:26 മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? സകലത്തിൻ്റെ ഉള്ളിലാണ് നിൻ്റെ മഹത്വം ഇരിക്കുന്നത്. അതുകൊണ്ട് മഹത്വമാണ് വിൽ ഓഫ് ഗോഡ്. സഹനം അതിൻ്റെ മാർഗമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു തുറവിയുണ്ട്. ആ തുറവിക്ക് വേണ്ടിയാണ് ഈശോ താബോർ മലയിൽ അപ്പോസ്തലനെ പത്രോസിനെയും എമ്മാവൂസിലെ ശിഷ്യന്മാർ ക്ലെയോഫസിനെയും ഹൃദയം ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പത്രോസിന്റെ ഹൃദയം തുറന്നതുപോലെ, എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ ഹൃദയം തുറന്നതുപോലെ, സകല സാഹചര്യങ്ങളിലെ ദൈവത്തിന്റെ മനസ്സ് കണ്ടെത്തിക്കൊണ്ട് ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമാണെന്ന് തിരിച്ചറിയാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ ഹൃദയത്തെ പോലെ ഹൃദയത്തെ പോലെ കേൾക്കുന്നതിന് ശ്രവിക്കുന്നതിന് ഫലം പുറപ്പെടുവിക്കുന്നതിന് തുറക്കണമേ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് മക്കളെ, നിങ്ങൾ രോഗമുള്ള ഇടത്തെല്ലാം നിങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. അതിശക്തമായ അഭിഷേക വചനങ്ങളായ കർത്താവ് നമ്മളെ സ്നാനപ്പെടുത്തിയിരിക്കുന്ന ആരാധന സ്വർഗീയ നിമിഷങ്ങളാണ്. ഇപ്പോൾ അമ്മ ജീവനോടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഇപ്പോൾ കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്നു. നിൻ്റെ രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും നിൻ്റെ കൈകൾ വെക്കണം. അഭിഷിക്തൻ കർത്താവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവേ, തിരുപ്പട്ടത്തിന് അഭിഷേകം നൽകിയതിന് നന്ദി പറയുന്നു. കർത്താവേ, 35 കൊല്ലത്തെ പൗരോഹിത്യം അങ്ങയുടെ നാമത്തെ ജീവിപ്പിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, അതിനേക്കാളുപരി അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെ ഈ അൾത്താറയിൽ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ മനസ്സറിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, ഇപ്പോഴും ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന് വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ അനേകം മക്കൾ ഈ പ്രാർത്ഥന എപ്പോഴേക്കട്ടാലും കർത്താവെ അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അവരൊക്കെ ആവശ്യിക്കേണ്ട ശ്രുതികട പങ്കെടുത്ത് ഓരോ മക്കൾക്കും വചനാഭിഷേകം നൽകണമേ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന്
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ വാക്കേ ഉള്ളൂ. കർത്താവ് പറഞ്ഞ വാക്ക് ധൈര്യമായിരിക്കുക എന്നുള്ളതാണ്. കടമായാലും രോഗമായാലും കേസായാലും ജപ്തി നടപടിയായാലും നിങ്ങൾ ഈ ആരാധനയിൽ കൂടുന്ന മക്കളാണ്. അമ്മയുടെ നീല മേലങ്കികൾ നിങ്ങളെ സംരക്ഷിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിരിക്കണം. തന്നെയല്ല, ഇപ്പോഴും മാരക രോഗികൾ, അതുപോലെ തന്നെ കോവിഡ് രോഗികൾ ഇപ്പോഴും നെഞ്ചത്ത് കൈവെക്കേണ്ടതാണ്. ഇനി അവരിത് കേൾക്കുന്നില്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് നെഞ്ചത്ത് കൈവെക്കാം. കോവിഡ് രോഗികൾ ഈ പ്രാർത്ഥന കേൾക്കുന്നില്ലെങ്കിൽ, കേൾക്കാത്തവരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവരവിടെ ബന്ധുക്കളാണെങ്കിൽ നിങ്ങൾ നെഞ്ചിൽ കൈവെക്കാം. കർത്താവ് വിശുദ്ധമായ തൻ്റെ ചോരയാൽ നിങ്ങളുടെ രോഗികളെ കർത്താവ് കഴുകും. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവിലാവിൽ നൽകുന്ന വിശുദ്ധമായ രക്തത്താൽ എല്ലാ കോവിഡ് രോഗികളുടെയും ശ്വാസകോശങ്ങളെ ഇപ്പോൾ കഴുകണമേ. കർത്താവേ, വ്യത്യസ്തമായ രോഗങ്ങള്, കരള് രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, അവയവങ്ങളുടെ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, 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 മുഴകളുടെ രോഗങ്ങള്, വാത രോഗങ്ങള്, കാലു മുതൽ വരെ ക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവമേ അവരെ അങ്ങ് സാക്ഷികളായി മാറ്റണമേ. അങ്ങനെ മുറിവേറ്റ കരം ഇപ്പോൾ നീട്ടണമേ. ഞങ്ങളെല്ലാം തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോ പെയ്യട്ടെ, പെരുമഴ പോ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവര്, വീട്ടിൽ സമാധാനം ഇല്ലാത്തവര്, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ, സാമ്പത്തിക കടമുള്ളവർ, കുടുംബജീവിതം തന്നെ വല്ലാത്ത ഒരു അകൽച്ചയിൽ കഴിയുന്ന ഭാര്യാഭർത്തകന്മാർ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ, കേസ് കെട്ടിക്കിടക്കുന്ന രൂപത കോടതികൾ കേസ് കിടക്കുന്നവർ, പിന്നെ സിവിൽ കോടതി കേസുകൾ, മറ്റു തരത്തിലുള്ള വിഷയങ്ങൾക്ക്, സ്ഥാപന സംഗമ വസ്തുക്കളെക്കുറിച്ചുള്ള തർക്കങ്ങൾ, വിഷയങ്ങൾ, സമാധാനമില്ല, ദൈവ അനുഗ്രഹം ഫീൽ ചെയ്യണില്ല, പ്രാർത്ഥന ഫീൽ ചെയ്യണില്ല, സങ്കടവും ദുഃഖവും ക്ലേശവും രോഗവും, കുടുംബത്തിലെ വല്ലാത്ത ഒരു സ്നേഹിക്കപ്പെടാത്ത അവസ്ഥകൾ, വെറുപ്പനുഭവിക്കുന്ന അവസ്ഥകളെല്ലാം ഇപ്പം മാറുന്ന സമയമാണ്. ചാടിയായി ഇപ്പോഴും അഭിഷിക്തം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവെ, ആരെല്ലാം മക്കൾ ഇപ്പോഴേ ഈ പ്രാർത്ഥന കേൾക്കുന്ന സമയങ്ങളിൽ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കൈകളെല്ലാം കർത്താവെ നിന്റെ തിരുമുറുപാറുന്ന സ്വരത്ത് കരം ഉയർന്നേറ്റ മഹത്വത്തിന്റെ കരങ്ങളാക്കി മാറ്റി അടിപ്പഴപ്പോട് വൈദ്യാഘാതം പോലെ കർത്താവ് നിന്റെ കുടുംബത്തിലെ 4 അതിരുകളിൽ, നിന്റെ ഓഫീസുകളിൽ, നിന്റെ ജോലിക്കാര്യങ്ങൾ, നിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, നിന്റെ പരീക്ഷകൾ, നിന്റെ ടെസ്റ്റുകൾ കർത്താവ്, നിന്റെ ഇന്റർവ്യൂകൾ കർത്താവ്, ഏതെല്ലാം മേഖലകളിൽ കർത്താവ്, വാടക വിഷയങ്ങളിൽ കർത്താവ്, ഏതെല്ലാം മേഖലകളിൽ കർത്താവ്, എന്തെല്ലാം വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, നീ ഉടമ്പടി വെച്ച മുഴുവൻ കാര്യങ്ങൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ സമർപ്പിക്കുന്നു. മാരക രോഗങ്ങളും ജീവിത ദുരിതങ്ങളും മാതാവിന്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദയവായി ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടിയും തിരുഹൃദയത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് ചാനല് ഇപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും നമുക്കിവിടെ ശുശ്രൂഷ വൈകുന്നേരം 5:15 നിയോഗ ജപമാല. രാവിലെ 9 മണി മുതൽ ജനങ്ങൾ നമുക്ക് നമ്മുടെ 800 ഫോണൊക്കെയാണ് ഒരു ദിവസം വരണത്.
അവരിലേക്കെല്ലാം ആൾക്കാർ സങ്കടത്തോടും വേദനയോടും പറയുന്ന ഓരോ വിഷയങ്ങളും അവരുടെ പേര്, അവരുടെ വിഷയം, സ്ഥലം ഉൾപ്പെടെ ഞങ്ങൾ 5 മണിയാകുമ്പോൾ നമ്മുടെ ശുശ്രൂഷകർ ആ ഫോൺ കേട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന മക്കൾ തന്നെ ഇവിടെ വന്ന് ജപമാല ചൊല്ലും. ആ ജപമാലയിൽ നിങ്ങളുടെ പേരും സ്ഥലവും വിഷയവും പറയും. 5 മണി തൊട്ട് 6 മണി വരെയാണ് ജപമാല, നിയോഗ ജപമാല. നിങ്ങൾ പങ്കെടുക്കണം. ഫോണിലേക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം വിഷയങ്ങൾ. 6 മണിക്ക് കുർബാനയാണ്, പരിശുദ്ധ കുർബാന. 6:45 തിരുഹൃദയ ദിവ്യകാരുണ്യ ആരാധനയാണ്. എല്ലാ ദിവസവും ഉണ്ട്. നിങ്ങളത് കേൾക്കണം കേട്ടോ. അതിമനോഹരമാണ് നമ്മുടെ അഭിഷിക്തരായ സഹോദരങ്ങളും അച്ഛനും കൂടി നടത്തുന്ന ശുശ്രൂഷകൾ. അത് അത്രയും ഹൃദ്യമാണ്. എൻ്റെ എല്ലാ പാട്ടുകളും പ്രാർത്ഥനകളും തിരുഹൃദയ വണക്കമാസത്തിൻ്റെ ഈ കാലത്ത് കൃപാസനം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ദൈവം ഞങ്ങളെക്കൊണ്ട് ചെയ്യിക്കണമെന്നാണ് ഞങ്ങളുടെ അനുഭവം. നിങ്ങൾക്കും ആ അനുഭവം ഉണ്ടാവട്ടെ. ഇപ്പോൾ ആശീർവാദം സ്വീകരിക്കാം. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉടമ്പടി നിയോഗങ്ങൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു.